ഒത്തുകൂടുകയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ഊർജവും ശക്തിയും നൽകാനൊരു കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട പാലക്കൽ കുഞ്ഞോമൻ സാഹിബിനെ ഒന്ന് അനുസ്മരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കെ എന്നോട് രാവിലെ ആവശ്യപ്പെട്ടിരുന്നു. ഒരുപാട് പരിചയം അദ്ദേഹവുമായി ഇല്ലെങ്കിലും കണ്ണൂർ KMCCയിലെ നേതാക്കളുമായും അതോടൊപ്പം തന്നെ അവിടുത്തെ സഹപ്രവർത്തകരുമായൊക്കെ കുഞ്ഞോമൻ സാഹിബിനെ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാനും ഒരുപാട് അറിയാനൊക്കെ സാധിക്കാറുണ്ട്. ഒന്ന് രണ്ട് പ്രാവശ്യം അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിക്കാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, പൊന്നാനിയിൽ നിന്ന് പുതിയാപ്പിളായി പോയി നിങ്ങൾ അവരവിടെ തടവിലാക്കി എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ പൊന്നാനിയിൽ ഇല്ലാത്തതിന്റെ ഒരു നഷ്ടം വലിയൊരു നഷ്ടമാണ്. കാരണം ഒരുപക്ഷെ മുസ്ലിം ലീഗിലെ ക്ലർക്കിന് മുമ്പ് ബഹുമാനപ്പെട്ട സി ഹംസ സാഹിബിനെ പോലുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരൊക്കെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു. 1970 മുസ്ലിം ലീഗ് 75 മുസ്ലിം ലീഗിന്റെ ക്ലർക്കിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ട കുഞ്ഞോമൻ സാഹിബിനൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത്. കാരണം അഖിലേന്ത്യാ ലീഗിന്റെ രൂപീകരണത്തോടുകൂടി MK പോലുള്ള മമ്മൂട്ടി സാഹിബിനെ പോലുള്ള സൈദുൽ ബാഫിഖ് തങ്ങളെ പോലുള്ള പ്രഗത്ഭരായ നേതാക്കളൊക്കെ തന്നെയും അഖിലേന്ത്യാ ലീഗിലായിരുന്നു അന്നുണ്ടായിരുന്നു. മുസ്ലിം ലീഗിൽ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ വാക്സാമർത്ഥ്യവും മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സൗമ്യമായ ഇടപെടലുമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന അന്നത്തെ ആ പ്രസ്ഥാനത്തെ കേരളത്തിൽ ഊർജ്ജസ്വലമാക്കിയത് നമുക്കറിയാം. അതിന്റെ പിൻകാണികളായി പൊന്നാനി പ്രവർത്തിച്ചിരുന്നത് പാലക്കൽ കുഞ്ഞോമൻ സാഹിബിനെ പോലുള്ള കുറച്ച് യുവാക്കൾ മാത്രമായിരുന്നു. അന്ന് പ്രായമുള്ള VP സംഘടന അടക്കമുള്ള പ്രഗത്ഭരായ നേതാക്കളൊക്കെ തന്നെയും അഖിലേന്ത്യാ ലീഗിന്റെ കൂടെയായിരുന്നു. ഇവിടെ പൊന്നാനിയിൽ യുവാക്കളായ ഏരിയംസിനെ പോലെയുള്ള പാലക്കൽ കുഞ്ഞോമൻ സാഹിബിനെ പോലുള്ള തുച്ഛം വളരെ യുവാക്കളായ നേതാക്കളാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ഒരുപാട് പീഡനങ്ങളും ഒരുപാട് അക്രമവും ഒക്കെ ആ കാലത്ത് കുഞ്ഞോമൻ സാഹിബിനെ പോലുള്ളവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇവിടെ അഖിലേന്ത്യാ ഞാനൊരു വിവേചനത്തിന് പറയാൻ അന്നത്തെ ചരിത്രത്തെക്കുറിച്ച് ഉണർത്തുകയാണ്. അന്ന് അഖിലേന്ത്യാ ലീഗിൽ വളരെ ശക്തമായ നേതൃനിരയും ഒരുപാട് പ്രവർത്തകന്മാർ. പക്ഷെ ഇത് അഖിലേന്ത്യാ ലീഗിന്റെ ഒരുപാട് ആളുകളൊക്കെ അന്ന് CPM മാറിയതിന്റെ ഭാഗമായിട്ടാണ് ഈ പൊന്നാനി CPM ശക്തി പ്രാപിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന് നേതൃത്വം നൽകിയിരുന്ന കുഞ്ഞോമൻ സാഹിബിനെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ പക്ഷേ ഇന്ന് മന്ത്രിസഭയിലൊക്കെ ഒരു പക്ഷേ ഉണ്ടാകേണ്ടിയിരുന്ന ആളുകളായിരുന്നു. അദ്ദേഹം 1970 മുസ്ലിം യൂത്ത് ലീഗ് രൂപീകരിച്ചപ്പോൾ KK മുഹമ്മദ് സാഹിബ് പ്രസിഡന്റും PK അഹമ്മദ് സാഹിബ് ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ പിലാക്കണ്ടി മുഹമ്മദ് അലി സാഹിബ് പ്രൊഫസറായിട്ടുള്ള ആദ്യത്തെ യൂത്ത് ലീഗിന്റെ കമ്മിറ്റി ഉണ്ടായപ്പോൾ പൊന്നാനിക്കാരനായ പാലക്കൽ കുഞ്ഞു മുഹമ്മദ് സാഹിബിനെയാണ് എറണാകുളം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തെയാണ് തെരഞ്ഞെടുത്തത്. അത് പൊന്നാനിക്കാരനായ ഒരാള് എറണാകുളം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഓർഗനൈസിംഗ് പ്രസിഡന്റായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും പിന്നീട് എറണാകുളം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റായിട്ട് കുറച്ചു കാലം അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ തെളിയിക്കുന്നതിന്റെ അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യമാണ്. രാഷ്ട്രീയ രംഗത്തുള്ള അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളാണ്. ഒരു ജില്ലയിൽ നിന്ന് വേറെ ജില്ലയിൽ പോയിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുക, യൂത്ത് ലീഗിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുക. അത് മാത്രമല്ല, എറണാകുളത്ത് നടന്ന സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനത്തിന് നേതൃത്വം നൽകിയതും ഈ പാലക്കൽ കുഞ്ഞോമൻ സാഹിബാണ്. അദ്ദേഹം അവിടെ ഒരു ഓർഫനേജിലെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ അദ്ദേഹം എറണാകുളത്ത് താമസമാക്കിയത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ യൂത്ത് ലീഗിന്റെ പ്രവർത്തനവുമായി പ്രവർത്തിക്കുകയും അങ്ങനെ അവിടെ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റായി. അതിനുശേഷം അദ്ദേഹം കല്യാണം കഴിച്ച് കണ്ണൂരിലേക്ക് അദ്ദേഹം താമസം മാറി. പൊതുവെ പൊന്നാനി അങ്ങാടിലൊക്കെ ക്യാമ്പിലൊക്കെ അറിയാം, ഭാര്യ വീട്ടിലാണ് ഭർത്താക്കന്മാർ കൂടുതലുണ്ടാവുക. നമ്മൾ ചില ഭാഗത്ത് മാത്രമാണ് ഭാര്യന്മാരെ ഭർത്താവിന് വീട്ടിലേക്ക് കൊണ്ടുവരിക. ഇവരൊക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവിടെ തടവിലാക്കലാണ്. പിന്നെ ഇവർക്ക് കാര്യമായ ചെലവൊന്നുമില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഒരു മുക്കലങ്ങട്ടും തിരിച്ചു വരുമ്പോൾ 2 മുക്കൽ ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വീട്ടിൽ നിന്ന് അകത്തേക്കും പോവാം, പുറത്തേക്കും പോവാം. അപ്പോ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് കണ്ണൂര് കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ വീട്ടിൽ കൂടുന്ന സംവിധാനമാണ് പൊതുവെ അവിടെ നടന്നു വരുന്ന ഒരു സമ്പ്രദായം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ പിന്നെ താമസമാക്കുകയും പിന്നെ നേതാക്കളുമായിട്ട് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനായിട്ടുള്ള ബന്ധം, അഹമ്മദ് സാഹിബിനായിട്ടുള്ള ഊർജ്ജസ്വലമായ അദ്ദേഹത്തിന്റെ ബന്ധങ്ങളാണ് അദ്ദേഹത്തെ കണ്ണൂർ സിറ്റിയിൽ തന്നെ താമസിച്ച് അവിടെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടരാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായി 1979 അവിടുത്തെ നഗരസഭയിലേക്ക് അദ്ദേഹം മത്സരിക്കുന്നത്. അന്ന് ആ നഗരസഭയിലേക്ക് മത്സരിച്ച കൌൺസിലർമാർ ഈ അഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്നു. പിന്നീട് അഹമ്മദ് സാഹിബ് ചെയർമാനായി വരികയും
1982 കർണാടക മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായി പി അഹമ്മദ് സാഹിബ് മാറിയപ്പോൾ അതിന് പകരമായി MK ഖാലിദ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് അവിടെ ചെയർമാനാവുകയും അദ്ദേഹത്തിന്റെ മരണശേഷം ബഹുമാനപ്പെട്ട പി കുഞ്ഞഹമ്മദ് സാഹിബായിരുന്നു അവിടെ നഗരസഭാ ചെയർമാനായിട്ട് നിയമിതനായത്. അതിനുശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കണ്ണൂർക്കാർ പറയുന്നത് കേൾക്കാം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വിപുലമായ, അതുമാത്രമല്ല അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. മഹാരാജ CH മുഹമ്മദ് കോയ സാഹിബിന്റെയും ബനാത്വാല സാഹിബിന്റെയും അന്ന് വന്നിരുന്ന ഉത്തരേന്ത്യൻ നേതാക്കളിലൊക്കെ അവരുടെ പ്രസംഗങ്ങൾ വളരെ നല്ല രീതിയിൽ പരിഭാഷപ്പെടുത്തിയിരുന്ന ഒരു പ്രഗത്ഭനായ ഒരു നേതാവായിരുന്നു പി കുഞ്ഞഹമ്മദ് സാഹിബ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഈ പൊന്നാനിയിൽ അങ്ങനെ നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനസ്സിലാക്കാറുണ്ട്. അന്നത്തെ പല ആളുകൾ പറയാറുണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് പോകാനുള്ള കാരണം മുസ്ലിം ലീഗിൽ അന്നത്തെ ഈ ഗ്രൂപ്പിസം മാറ്റുള്ള അന്നത്തെ ഞാനാണ് വലുത് നീയാണ് ചെറുത് എന്നുള്ള ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അതേ രീതിയിലുള്ള ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പൊതുവെ കണ്ണൂരിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം മാറ്റാനുള്ള കാരണം. അത് മാത്രമല്ല അഹമ്മദ് സാഹിബിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു സഹപ്രവർത്തകനായി അദ്ദേഹം പ്രവർത്തിച്ചു. അവിടെ ദീനുൽ ഇസ്ലാം സഭയുടെ സെക്രട്ടറിയായിട്ടും അവിടുത്തെ ജീവനക്കാരനായിട്ടും ഞാൻ ഇന്ന് വായിച്ച ലേഖനത്തിൽ കണ്ട മോദത്തിൽ ഇസ്ലാം സഭയുടെ മാനേജറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്ന് ഞാനിന്ന് വായിക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം കുറച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നെങ്കിലും പിന്നീട് മുസ്ലിം ലീഗിൽ കണ്ണൂർ ജില്ലയിലുണ്ടായ നേതൃ ശൂന്യത മൂലം ഒരു പ്രയാസം അനുഭവിച്ചപ്പോൾ ഹൈദർ ഷിഹാബ് തങ്ങൾ, പാലക്കാട് സയ്യിദ് ഹൈദർ ഷിഹാബ് തങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് കുഞ്ഞഹമ്മദ് സാഹിബിനെ വീണ്ടും അവിടെ കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം അത് ഏറ്റെടുത്ത് കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി ഒരുപാട് കാലം പ്രവർത്തിച്ചിരിക്കുകയും ഇപ്പോഴത്തെ കാലത്താണ് അദ്ദേഹത്തിന് അസുഖബാധിതനായി അതിൽ നിന്ന് അദ്ദേഹം മാറുകയും ഇപ്പോൾ അഴീക്കോട് മത്സരിക്കുന്ന കരീം ചേരാരി അവിടെ ജില്ലാ പ്രസിഡന്റായിട്ട് അവരോധിക്കുകയും ചെയ്തു. അടുത്ത കാലം വരെ ഈ കുഞ്ഞഹമ്മദ് സാഹിബായിരുന്നു അവിടെ കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചത്. അപ്പൊ അത്രയും പ്രഗത്ഭനായ ഒരാൾ പൊന്നാനിയിൽ നിന്ന് മാറി അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും അവിടെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പണ്ടതുപോലെയല്ല. കണ്ണൂർ ജില്ലയിലൊക്കെ നമ്മൾ അഴീക്കൽ എങ്ങനെയാണ് മുസ്ലിം ലീഗിൽ രണ്ട് പ്രവർത്തകന്മാരുള്ളത്, അതിനേക്കാൾ വളരെ പ്രയാസകരമാണ് ഈ കണ്ണൂർ ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായി നിലനിൽക്കുക എന്നുള്ളത്. കാരണം ഒരുപാട് ആക്രമണങ്ങളും പ്രയാസങ്ങളും നേരിട്ടിട്ടാണ് നമ്മളൊന്നൊരു പക്ഷെ അങ്ങനെയുള്ള നമ്മളിലുള്ള ഗ്രൂപ്പിസം പറഞ്ഞു തീർക്കാനുള്ള പ്രയാസങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ അവിടെ മറ്റുള്ള മാർക്സിസ്റ്റ് പാർട്ടികൾ പിടിച്ചു നിൽക്കാൻ ശരിക്കും പറഞ്ഞാൽ ത്യാഗം ചെയ്തിട്ടാണ് അവിടെയുള്ള പ്രവർത്തകന്മാരൊക്കെ അവിടെ നിൽക്കുന്നതെങ്കിൽ അവർക്ക് നേതൃത്വം നൽകാൻ ഇവിടെ നേതാവ് ഉണ്ടാകണമെങ്കിൽ എത്രമാത്രം അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടാകണം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെയുള്ള നേതാക്കന്മാരെ നമ്മൾ മരണശേഷം ഏതൊരു നേതാവിനെയും നമ്മൾ അനുസ്മരിക്കുന്നത് ചടങ്ങായിട്ടല്ല നമ്മളതിനെ കാണേണ്ടത്. ആ അനുസ്മരണങ്ങളൊക്കെ അവർ ചെയ്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് പകർത്താൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ വിജയമാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് പരലോകത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടായി നമ്മുടെ അനുസ്മരണങ്ങളും പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹം ജനിച്ചത് പൊന്നാനി സത്രുബായിന്റെ കേമിനൊക്കെ അറിയാൻ പറ്റും. സത്രുബായിന്റെ അവിടെയുള്ള വീട്ടിലെ തറവാട്ടിൽ അദ്ദേഹം ജനിച്ച അബ്ദുൽ ഖാദർ, പാലക്കൽ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ ഖാദറാണ്. ഫാത്തിമ എന്നാണ് അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര്. നമ്മുടെ മുസ്ലിം ലീഗ് 1948 രൂപീകരിക്കുന്നതിന് ഒരു വർഷം മുമ്പാണ് 1947 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ 29 വയസ്സ് പ്രായമാണ് അദ്ദേഹത്തിന് മരിക്കുമ്പോൾ. അദ്ദേഹത്തിന്റെ 2 പെങ്ങന്മാരുടെ മക്കൾ ഇതിന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഒന്ന് നൌഫല്, ഒന്ന് നൌഷാദ്, 2 സുഹൃത്തുക്കളാണ് റിയാദിൽ പിന്നെ ജോലി ചെയ്യുന്നുണ്ട്. അതുമാത്രമേ നമ്മൾ നിരന്തരം നമ്മൾ ബന്ധപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ മൂപ്പര് കുഞ്ഞഹമ്മദ് സാഹിബിനെ പറ്റി പല കാര്യങ്ങളൊക്കെ അവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുപാട് നേതാക്കന്മാർ, നമ്മുടെ മാതാപിതാക്കളൊക്കെ അള്ളാഹുവിന് വേണ്ടി പുത്രം നൽകി ഇന്ന് പിന്നെ ഖബറുകളിലാണ്. അള്ളാഹു അവർക്കൊക്കെ ജന്നത്തിനായി പ്രവേശിക്കാനുള്ള അവസരം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമുക്കും അവരോടുകൂടെ ഒന്നിച്ച് ജന്നത്തിനായി ഒരുമിച്ചുകൂടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.